ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് പാണ്ടൻസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി കണ്ടിട്ട് വ്ളോഗൊക്കെ ഇടലില്ലായിരുന്നു, കുറവായിരുന്നു എന്നല്ല, കുറച്ച് നാളായിട്ട് വ്ളോഗൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് ഒന്ന് നിർത്തിയായിരുന്നു. അപ്പൊ നമ്മള് വീണ്ടും തുടങ്ങിയേക്കുവാണ് വ്ളോഗൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം. അപ്പോ ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മിപ്പോ നിലവില് പറവൂരാണ്. പറവൂര് ഇവിടെ ഒരു കടയുണ്ട്. ഭയങ്കര വലിയ ഹോട്ടലൊന്നും കേട്ടാ, ഒരു കുഞ്ഞു കട. പക്ഷെ ഫുഡിന്റെ ക്വാളിറ്റി പറയുവാണ് സൂപ്പറാണ്. നമ്മളിടയ്ക്ക് അവിടെ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കാറുണ്ട്. അപ്പൊ നമ്മള് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മ ഇന്ന് അവിടെ കുറച്ച് ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോ കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അത് നമ്മൾ പാർസലാ പറഞ്ഞേക്കുന്നത്. കൊച്ചപ്പനെയും കൂട്ടി അവിടെ പോയി ഇരുന്ന് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പാടാണ്. അത് മാത്രമല്ല, ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ക്യൂവാ. 1 മണി 12:30 കഴിഞ്ഞ് ഒരു 2 മണി വരെ അവിടെ ക്യൂ ആയിരിക്കും. എന്ന് വെച്ചാല് നല്ല തിരക്കുണ്ടാവും. അതേപോലെ ആ ഫുഡിന്റെ ക്വാളിറ്റിയും കൊണ്ടുമാണ് നല്ല തിരക്കായിരിക്കും. നമ്മുടെ പറൂരടുത്ത പറൂർ പാലം കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെയുള്ള കടയാണ്. അപ്പോ നമ്മള് ഫുഡ് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് പോകുക. അവിടെ എല്ലാ ഫുഡും ഉണ്ട്, ഇല്ലാത്ത ഒരു ഫുഡ് പോലും ഇല്ല. ഒരു ഫുഡ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ബീഫ്, ചിക്കൻ, താറാവ്, പോർക്ക്, പിന്നെ എന്നതാ കൂന്തല്, ചെമ്മീൻ, കക്ക, അങ്ങനെ എല്ലാനും. സീ ഫുഡ് ആണെങ്കിലും പിന്നെ പുഴമീനാണെങ്കിലും പിന്നെ ഇങ്ങനെ എന്താണ് പറയുന്നത്, മീറ്റ് ഐറ്റംസ്. അതന്നെ, മീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമ്മള് ഇന്ന് വിളിച്ചു പറഞ്ഞേക്കുന്നത് കക്കയും പോർക്കും പിന്നെ അയല, പിന്നെ വേറെന്താണ്ടും കൂടെ പറഞ്ഞായിരുന്നല്ലോ, ചെമ്മീൻ. ഇതൊക്കെയാണ്. കൂന്തല് പറഞ്ഞായിരുന്നു, പക്ഷെ കൂന്തലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പായസവും പറഞ്ഞായിരുന്നു. പായസവും ഒന്നും ഇല്ല, ഗ്യാസിന്റെ കുറച്ച് ക്ഷാമം കൊണ്ട് പായസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ അത് വീട്ടിൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പായസം അവിടെ ചെന്നിട്ട് അതെ, അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ഓർഡർ ചെയ്ത് നമ്മള് സെറ്റ് ചെയ്യും. അപ്പൊ നമ്മളിട്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് പോകുക. എന്റെ വീട്ടിൽ നിന്ന്, അതായത് പറവൂര് എന്റെ വീട്ടിൽ നിന്ന് വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് അത്രേ ഉള്ളൂ. പറവൂർക്ക് എന്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല. വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ പറവൂരെത്തും. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്താറായി. ഞാൻ കാണിച്ചു തരാം. മേ ബി അവിടെ ക്യൂ ആയിരിക്കും ഫുഡ് കഴിക്കാനായിട്ട്. നമ്മ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നോണ്ട് ചേട്ടനടുത്ത് പാർസലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്കറിയാവുന്ന ചേട്ടനാണേ. അതുകൊണ്ട് പ്രത്യേക പരിഗണന ഇല്ലാന്നൊക്കെ അവിടെ വന്നു കിട്ടത്. തന്നെ തിരക്കാ. നമ്മള് അവിടെ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് പറവൂര് പോകുന്ന പാലം, ഇത് വടക്കുംപുറത്തിന് പോകുന്ന. ഇതാണ് കട, ഇതാണ് ഇതിന്റെ പേര്. എന്നൊരു പിടിപിടിക്കണം. 1130 രൂപയായി മൊത്തം സാധനം. വീട്ടിൽ ചെന്നിട്ട് വിശദമായിട്ട് ഞങ്ങൾ കാണിക്കാം. മാമനും മോനും കൂടെ പുഴ കണ്ടിട്ട് വരാന്നും പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടുണ്ട്. അപ്പൊ എവിടെ പോയാണ് പുഴ കാണണമെന്ന് നോക്കാം. അതിലങ്ങ് ഇറങ്ങിപ്പോകാൻ വഴിയുണ്ടായിരുന്നു. അവിടെ ഫോണ് ഞങ്ങളുടെ ഇല്ല. പുഴ കണ്ട് ആസ്വദിക്കുന്ന മാമനും. പറവൂർ ജെട്ടി എന്ന് ഹാർബർ അല്ല, ജെട്ടി. പാലം കടന്നാ പറവൂർ. ഈ കേറി വരുന്നോട്ടോ ഇവിടെ വഴി.
ഇതില് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പ് ഇല്ല. എവിടെ പോവാന്ന് മതി പോയത്. അപ്പതേ നമ്മള് ചോറൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി കൊച്ചാപ്പൂന് പുഴ കണ്ടങ്ങ് മതിയായില്ല, അതുകൊണ്ട് കൊച്ചാപ്പൂന് ചെറിയ വഴക്കായിരുന്നു. അതെ, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. 36 ഡിഗ്രി ചൂടാണ് ഇപ്പൊ കാണിക്കുന്നത്, ഭയങ്കര ചൂടാ, ഒരു രക്ഷയില്ല. അയ്യോ, പിന്നെ നമ്മുടെ തലനാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ പെയ്താല് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ ഒരു മഴയല്ല, 10 മഴ പെയ്താലും തണുപ്പെന്ന് പറയുന്ന സാധനം നമുക്ക് കുറച്ച് പണിയാണ്. അതുകൂടാതെ ഇന്നലെ രാത്രി കരണ്ടും പോയായിരുന്നു. അപ്പൊ അതല്ല നമ്മ പറഞ്ഞു തന്ന കാര്യമെന്ന്. അപ്പൊ നമ്മ ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരികയാണ്. ഹോട്ടലിന്റെ പേര് ഹോട്ടൽ ലീഷ്മ എന്നാണ്. ആ പറൂർ പാലങ്ങ് ഇറങ്ങി വരുമ്പോ അവിടെ പുട്ടുകട ഊണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹോട്ടലിന്റെ പേര് ലീഷ്മ, അങ്ങനെയാണ് ഹോട്ടലിന്റെ പേര് കേട്ടോ. കരിമീനുണ്ട്, കരിമീൻ കറിയുണ്ട്. അതെ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതാ ആൾക്കാർ ഫുഡ് കഴിക്കുമായിരുന്നു. അതാ ഞങ്ങൾ അവിടുത്തെ വീഡിയോ നമ്മൾ അധികം എടുക്കാതിരുന്നത്. അവിടെ കരിമീൻ കറി, പിലോപ്പി, പിന്നെന്നതായിരുന്നു, ഒത്തിരി സ്പെഷ്യൽ ഉണ്ടായിരുന്നു. താറാവ് റോസ്റ്റ്, കല്ലുമ്മക്കായ റോസ്റ്റ്, പിന്നെന്നതായിരുന്നടാ നീല വായിച്ച ബീഫ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, അങ്ങനെ ഒത്തിരി 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 സാധനങ്ങളുണ്ടായിരുന്നു. അതെ, ഒരു ബോർഡ് മൊത്തം സ്പെഷ്യൽ എഴുതി വെച്ചിരുന്നു. വേറെ സ്പെഷ്യൽ ഓർഡർ ചെയ്യാന്ന് വെച്ചപ്പോഴത്തേക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞോണ്ട് സാധനം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്ന് പൈസ പറഞ്ഞു പോയി. അതെ, അതുകൊണ്ട് പിന്നെ വേറെ സ്പെഷ്യൽ ഒന്നും നമ്മൾ വാങ്ങിച്ചില്ല. പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് നമ്മ എടുത്തിട്ട് പോകുന്നു. ഇനി അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇത് വിശദമായി കഴിക്കുന്നത് നമുക്ക് എടുക്കാന്ന്. ഫുഡ് കൊണ്ട് വീട്ടിലൊക്കെ എത്തി. നമ്മള് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചോറിനായിരിക്കലാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മ 3 പേർക്കുള്ള ഫുഡാണ് വാങ്ങിച്ചത്. ചോറില് കറിയൊന്നും വെച്ചിട്ടില്ല, വേറെ മാറ്റിയ സെപ്പറേറ്റ് ആണ് വെച്ചേക്കുന്നത്. നമുക്ക് കറി നോക്കിയിട്ട് ചോറ് തുറക്കാവുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഞാൻ ചോറ് തുറന്ന് ക്ലീനാക്കാം. ഇത് നമുക്ക് ചോറിന്റെ കൂടെ കിട്ടുന്ന കറികളാണ്. പുളിശ്ശേരിയാണ്, മീൻചാറാ ഇത്. അത് നോക്കണ്ട, മണം തന്നെ അറിയാം. ചമ്മന്തിപ്പൊടി, അച്ചാറ്, മാങ്ങച്ചാറ്, സലാഡ്, മത്തിക്കറി, പിന്നെ ഒരു മെഴുക്ക് പരത്തി, പയറും കായും കൂടെ മെഴുക്ക് പരത്തി. ഇതാണ് നമുക്ക് ചോറിന്റെ കൂടെ തന്നേക്കുന്നത്. 80 രൂപയുടെ ഊണിന്റെ കൂടെ ഉള്ള കറി. ഞാൻ സാമ്പാർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ സാമ്പാറിന്റെ ആളാണ്. പക്ഷെ രസം പൊട്ടിക്കുവാണേ. നോക്കാം ഫസ്റ്റ് വേണം തോന്നുന്നു. കക്കയാണ്, ചെമ്മീൻ, നല്ല വലിയ കൊഞ്ച. ഞാൻ ഇതിലേക്ക് മാറ്റുമ്പോ ഞാൻ നമുക്കെല്ലാം കാണിച്ചു തരാവേ. നമുക്കിപ്പോ ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കാം. എനിക്ക് ഈ ഫുഡ് വാങ്ങിച്ചിട്ട് എനിക്ക് ഇതിൽ ഇഷ്ടമല്ലാത്ത ഏറ്റവും വലിയ കാര്യം ഇതിൽ ഈ റബ്ബർ ബാൻഡ് അടിക്കുന്ന പണിയാ. ഇതയില വറുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അരിയുന്നില്ലല്ലോ. ഫിഷ് ഫ്രൈ ആണ്. അത് നേരെ പൊക്ക് ഇവിടെ ഇതിങ്ങനെ വലിക്കണം.
അപ്പൊ എന്നിട്ട് റബ്ബർ ബാൻഡിങ് വരും. ഓക്കെ. എനിക്കിപ്പോ അതെന്താ മനസ്സിലായിട്ടാണ് ആർക്ക് എന്റെ ഫേവറേറ്റ് സാധനം പോർക്ക് കറി. മീനാ അടുത്ത എന്റെ ഫേവറേറ്റ് കക്ക. ഇനി നമുക്ക് ഇതൊക്കെ ചോറിലേക്ക് അങ്ങോട്ട് ഇടണ്ടേ? വേണം. കൊച്ചു നീ വീഴരുത് കേട്ടോ. ചോറ് നിവർത്തി വെച്ച് ആദ്യത്തെ കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും മാങ്ങ ഒരു മാങ്ങി നമുക്ക് അങ്ങോട്ട് വെക്കാം. അപ്പൊ നമ്മ ചോറിലേക്കും മാമ്പഴ പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മെഴുക്കെടുക്കാം. പയറും വാഴക്കയും കൂടെ ഉള്ള ചമ്മന്തിപ്പൊടി, ചമ്മന്തിപ്പൊടി, അച്ചാറ്. ഇനി സ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. അച്ചാറും വെച്ചു. ചില സലാഡും കൂടെ. മത്തിക്കറിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാരണം മത്തിക്കറി എടുക്കുന്നില്ല. ചെമ്മീൻ ഇത് ചെമ്മീൻ ചാറാണ്. ചെമ്മീൻ മാങ്ങയാണ് തോന്നുന്നു. ഞാനിപ്പോ മാമ്പഴപ്പുളിശ്ശേരി ഒഴിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ അത് എടുക്കുന്നില്ല. നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ചെമ്മീൻ റോസ്റ്റ്, തീർന്നിട്ട് എടുക്കാതെ എനിക്ക് അങ്ങനെ എല്ലാം കൂടെ ഒത്തിരി ഒരുമിച്ച് കാണുമ്പോ അരിക്കാതെ നോക്കില്ല. എന്തോ അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ഉച്ചയൂണ്. എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പൊ മാമ്പഴ പുളിശ്ശേരി, പയറ് മെഴുക്ക് പുരട്ടി, ചമ്മന്തിപ്പൊടി, അച്ചാറ്, ചെമ്മീൻ റോസ്റ്റ്, കക്ക പീരിട്ടത്, പിന്നെ കോർക്ക്, സലാഡ്, അയല വറുത്തത്. അപ്പൊ ഇത് കൂട്ടി ഞാൻ ഒരു പിടി പിടിക്കാൻ പോകുവാണ്. കൂടി വെച്ച് സലാഡും ഇച്ചിരി പോർക്കും ഇച്ചിരി പട്ടും സൂപ്പർ. എനിക്ക് ഊണ് കഴിക്കുമ്പോ കൊറേ കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് ഇങ്ങനെ കുത്തി നിറഞ്ഞിരിക്കുന്നത് കാണുന്ന ഇഷ്ടമില്ല. എന്നാലും കൊറേ കറിയും വേണം. സൂപ്പർ. സൂപ്പർ സാധനം. അച്ചാറൊക്കെ കക്ക
ഒന്ന് ഞങ്ങള് പോർക്ക് അവിടേക്ക് വെക്കുമ്പോ അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയാണ് വെക്കുന്നത്. അപ്പൊ ഇവിടുന്ന് വാങ്ങിക്കുമ്പോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ടേസ്റ്റിന്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല. പിലോ തന്നെയല്ലേ കൊച്ചു ഇങ്ങ് വന്ന ചോറ് തരാ. ഇന്നത്തെ എന്റെ ചോറൂണ് ഇവിടെ കഴിയുക. നല്ല സൂപ്പർ ഫുഡ്. ഞാൻ രണ്ടാമത് കുറച്ചൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കറി മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ സൂപ്പർ ഊണൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വിശേഷമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും പഴയ സപ്പോർട്ട് തന്നെ നമുക്ക് പിന്നെയും തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോ ഇതിന്റെ ലൊക്കേഷനൊക്കെ നമ്മൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നോക്കിയിട്ട് എല്ലാവരും കയറുക കേട്ടോ. സൂപ്പർ ഫുഡാ. ബൈ.